ഇതുപോലെ നമ്മൾ കൂട്ടിലടച്ച കിളികൾ കോഴിയൊക്കെ നമ്മൾ പുല്ല് കൊടുക്കണം കേട്ടോ. ഇതേപോലെ പുല്ല് വെട്ടി നമ്മൾ ഞായറാഴ്ച ദിവസമൊക്കെ വയ്ക്കുമ്പോൾ ഇതേപോലെ വെട്ടി അങ്ങ് ഇട്ട് കൊടുക്കും. നല്ല രീതിയിൽ കൊത്തിയൊക്കെ വലിച്ച് കളിക്കുകയും ചെയ്യും. ഇത് നമ്മളിതിനകത്ത് 6 പെടയിട്ടിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയിടാറായിട്ടുണ്ട്. ഇതുവരെ മുട്ടയിട്ടിട്ടില്ല. പൂവനില്ല, നമുക്കൊരു പൂവനെ നമുക്ക് സെറ്റാക്കി ഇടണം. നമ്മുടെ പൂവൻ ചത്തുപോയി. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈനേജ് ആട്ടോ. ഇതൊക്കെ ബ്ലാക്ക് ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈനേജ് ഉള്ള പെടയാണ്. നെക്ക് കിടപ്പുണ്ട്. ഇതാണ് ചാരപ്പുള്ളി, ഇത് മറ്റേ റെഡ് പുള്ളി കിടപ്പുണ്ട്. അതേപോലെ ഇത് കുഞ്ഞുങ്ങൾ, നമ്മുടെ കാപ്പിൻ്റെ കുഞ്ഞുങ്ങൾ. അതിനും എല്ലാത്തിനും പുല്ല് നമ്മൾ ഇട്ട് കൊടുക്കും. ഈ സൈസ് പുല്ല് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ അത് തിന്നാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാവരും പുല്ലൊക്കെ കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു. ഇതുപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് സെയിലുണ്ട് കേട്ടോ. ആർക്കുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇതുപോലെ നമ്മൾ കൂട്ടിലടച്ച കിളികൾ കോഴിയൊക്കെ നമ്മൾ പുല്ല് കൊടുക്കണം കേട്ടോ. ഇതേപോലെ പുല്ല് വെട്ടി നമ്മൾ ഞായറാഴ്ച ദിവസമൊക്കെ വയ്ക്കുമ്പോൾ ഇതേപോലെ വെട്ടി അങ്ങ് ഇട്ട് കൊടുക്കും. നല്ല രീതിയിൽ കൊത്തിയൊക്കെ വലിച്ച് കളിക്കുകയും ചെയ്യും. ഇത് നമ്മളിതിനകത്ത് 6 പെടയിട്ടിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയിടാറായിട്ടുണ്ട്. ഇതുവരെ മുട്ടയിട്ടിട്ടില്ല. പൂവനില്ല, നമുക്കൊരു പൂവനെ നമുക്ക് സെറ്റാക്കി ഇടണം. നമ്മുടെ പൂവൻ ചത്തുപോയി. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈനേജ് ആട്ടോ. ഇതൊക്കെ ബ്ലാക്ക് ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈനേജ് ഉള്ള പെടയാണ്. നെക്ക് കിടപ്പുണ്ട്. ഇതാണ് ചാരപ്പുള്ളി, ഇത് മറ്റേ റെഡ് പുള്ളി കിടപ്പുണ്ട്. അതേപോലെ ഇത് കുഞ്ഞുങ്ങൾ, നമ്മുടെ കാപ്പിൻ്റെ കുഞ്ഞുങ്ങൾ. അതിനും എല്ലാത്തിനും പുല്ല് നമ്മൾ ഇട്ട് കൊടുക്കും. ഈ സൈസ് പുല്ല് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ അത് തിന്നാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാവരും പുല്ലൊക്കെ കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു. ഇതുപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് സെയിലുണ്ട് കേട്ടോ. ആർക്കുണ്ടെങ്കിൽ വിളിച്ചാൽ മതി.